ഞാന് മാരേജ് എന്നുള്ള ഒരു സംഭവം താല്പര്യമില്ലാത്ത ആളാണ്. സാ ആയതുകൊണ്ട് മാത്രമാണ് ലൈക്ക് ഓക്കെ ദിസ് കുഡ് വർക്ക് എന്നുള്ളൊരു സംഭവം. കാരണം ഐ വാസ് സോ ഷുവർ ദാറ്റ് ദിസ് ഇസ് ദ പേഴ്സൺ ദാറ്റ് ഐ വാണ്ട് ടു സ്പെൻഡ് മൈ ലൈഫ് വിത്ത്. മണ്ഡപത്തിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ഐ വാസ് ലൈക്ക് ഒരു ആങ്സൈറ്റി പോലെ എനിക്ക് ഭയങ്കരമായിട്ട് വന്നിട്ട് ഐ ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് ഹി വാസ് റൈറ്റ് ദെയർ. എല്ലാരും ഓക്കെ. ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഓഫ് മൈ ലൈഫ്. ഭയങ്കരമായിട്ട് ഹാപ്പി ആയി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കോട്ട് ഉണ്ട്, സിമിലർ ഇൻ ഡിഫറെന്റ് വേസ് എന്നുള്ളത്. അത് തന്നെയാണ് സത്യം. അങ്ങനെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഏറ്റവും ഇറക്കങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയതും ഇനിയിപ്പം മുന്നോട്ടേക്ക് നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയതും. എന്റെ definition for love is be similar but in different ways. കോളേജില് എപ്പോഴും പറയുന്ന ഒരു പേരാണല്ലോ ഈ അപ്പു ശരിക്കും ഫ്രണ്ടാണോ ചോദിച്ചു. അപ്പൊ അമ്മ എന്റെ ഫ്രണ്ട് തന്നെയാണെന്ന്. പിന്നെ അവൻ സത്യം പറഞ്ഞു, മകെ അപ്പൂനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്കാണെങ്കിലും അപ്പൂനെ കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു കുട്ടി, നല്ലൊരു കുട്ടി. ശരി, സായിയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യാനോ. എന്റെ ഒരു അമ്മയുടെ സ്ഥാനമാണ് ചേച്ചിക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം ഒബ്വിയസ്ലി ചേട്ടൻ എന്ന് പറയുമ്പോൾ അച്ഛൻ കഴിഞ്ഞ അടുത്ത വീട്ടിൽ മുതിർന്ന ഒരു വ്യക്തി ചേട്ടൻ തന്നെയാണ്. അപ്പൊ ചേട്ടനെ വരുമ്പോൾ ഒബ്വിയസ്ലി എന്തായാലും എന്റെ ഒരു അമ്മയുടെ സ്ഥാനമാണ് ചേച്ചിക്ക് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ മോളെ അച്ഛനെ എന്തെങ്കിലും ഒരു സദ്യയുടെ പൈസയെങ്കിലും അച്ഛൻ കൊടുക്കണം, അല്ലെങ്കിൽ ക്വാളിറ്റി എങ്കിലും. അച്ഛൻ ഒന്നും കൊടുക്കണ്ട, അച്ഛൻ അവിടെ നിന്നാ മതി, എനിക്ക് സപ്പോർട്ട് ചെയ്തു. അതൊക്കെ ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ എൻ്റെ മോൾ എനിക്ക് ഭാഗ്യമല്ലേ. അതുപോലെ ഒരു മോള് അടുത്ത ജന്മത്തിൽ എൻ്റെ മോളായിട്ട് എൻ്റെ ജനിക്കും. ഞാനും എൻ്റെ ഭാര്യയും എല്ലാം കൊണ്ടും ഭാഗ്യമാണ്, ഹാപ്പിയാണ്. ഞാൻ UK പോണ സമയത്ത് അച്ഛനടുത്ത് ചോദിച്ച ആൾക്കാരുണ്ട്, പെൺകുട്ടിയല്ലേ എന്തിന് ഇത്രയും പൈസ ഒക്കെ ചെലവാക്കി ഇവിടെ പുറത്തേക്ക് വിടുന്നത്, കല്യാണം കഴിച്ച് വിട്ടൂടെ എന്നൊക്കെ ചോദിച്ച ആൾക്കാരെ. പക്ഷെ ആ സമയത്ത് അച്ഛൻ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ, നിനക്ക് എപ്പോഴാ പോകണ്ടേ, നീ എന്തായാലും പോണം, പോയിട്ട് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ കാണിച്ചു കൊടുക്കണം, പെൺകുട്ടിക്കും എല്ലാം ചെയ്യാൻ പറ്റും.